എക്കോ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കുറേ ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. ബട്ട് അതിൽ മെയിനായിട്ട് തോന്നിയ ഡൗട്ട് ഇതൊക്കെയാണ്. ഈ കുര്യച്ചനെ അന്വേഷിച്ച് എന്തിനാണ് മിക്കവരും ഇങ്ങനെ നടക്കുന്നത്? പുള്ളി അത്ര വലിയ സംഭവമാണോ? ബിനു പോപ്പിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട് കുര്യച്ചനെ പണിയാൻ വേണ്ടി കുറേ പേര് നടപ്പുണ്ടെന്ന്. പിന്നെ വേറൊരു കാര്യം, കുര്യച്ചൻ എപ്പോഴേലും ഒരു തിരിച്ചുവരവുണ്ടാവുമോ? പിന്നെ ശരിക്കും ആരാണ് നരയൻ്റെ ക്യാരക്ടർ? എനിക്ക് മെയിനായിട്ട് തോന്നിയ ഡൗട്ട്സ് ഒക്കെ ഇതാണ്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാ കമൻസിലുള്ള ഡൗട്ട് നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യും. അപ്പോൾ എക്സ്പ്ലനേഷൻ ആണ്, സ്പോയിലർ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് സിനിമ കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. ഈ കുര്യച്ചനെ അന്വേഷിച്ച് കുറേ പേര് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ പണി കൊടുക്കാൻ നിൽക്കുന്നവരുണ്ട്, അല്ലാതെ പിയൂസിനെ പോലെ രക്ഷിക്കാൻ നിൽക്കുന്നവരുണ്ട്. പുള്ളി ഇത്രയ്ക്കും വലിയൊരു സംഭവമാണോ? സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കും. കാരണം ഒരു ഡോഗ് ട്രെയിനറിൽ നിന്ന് പുള്ളിക്കാരൻ ഇത്രയും രീതിയിൽ വളർന്നു എന്ന് വിശ്വസിക്കാൻ വലിയ പാടാണ്. നല്ല തരികിട പരിപാടി കാണിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. അശോകന്റെ ക്യാരക്ടർ സന്ദീപിനോട് പറയുന്നുണ്ട് വലിയ വലിയ പുള്ളിക്കാരുമായിട്ടൊക്കെ അച്ചായന് നല്ല കണക്ഷൻ ഉണ്ട് എന്ന്. അവരെ പറ്റിച്ചിട്ട് പോയിട്ടും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും ഇത്രയും സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പണിയിട്ടൊരു ക്യാരക്ടർ തന്നെയാണല്ലോ നരേന്റെ ക്യാരക്ടറും. പുള്ളിക്കാരൻ നേവിയിലാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സസ്പെൻഷൻ കിട്ടിയിരിക്കുകയാണെന്ന് പീയൂസ് പറയുന്നുണ്ട്. അത്രയും നല്ലൊരു പണി കുര്യച്ചന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ ആയിരിക്കണം നരേന്റെ ക്യാരക്ടർ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് കുര്യച്ചനെ അന്വേഷിക്കുന്നത്. നേവിയിലുള്ള ഓഫീസർക്ക് വരെ പണി കൊടുക്കാനുള്ള ലെവലിലാണിൽ കുര്യച്ചന്റെ ഹോൾഡ് ചെറുതൊന്നും ആയിരിക്കത്തില്ല. ചെറ്റത്തരവും. പിന്നുള്ളൊരു ചോദ്യം, എപ്പോൾ ആയിരിക്കും ചേട്ടത്തി ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് എടുത്തത്? കാരണം മ്ലാത്തി ചേട്ടത്തിയേക്കാൾ നല്ലൊരു ട്രെയിനറാണ് കുര്യച്ചൻ. അപ്പോൾ അതെങ്ങനെ സാധിക്കും? അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതാണ്. മ്ലാത്തി ചേട്ടത്തിയുടെ ആദ്യ ഭർത്താവ് ട്രെയിൻ ചെയ്യുന്നത് എല്ലാം കണ്ടിട്ടുള്ളത് പുള്ളിക്കാരി മാത്രമാണ്. അതുപോലെ ട്രെയിൻ ചെയ്ത് ആയിക്കൂടെ? മലേഷ്യയിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രാവശ്യം പറ്റിയ തെറ്റ് പിന്നെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരി ഒരു മുൻകരുതൽ എടുത്തതായിക്കൂടെ ഇത്? മ്ലാത്തിയുടെ ആദ്യ ഭർത്താവ് ട്രെയിൻ ചെയ്യുന്നത് കണ്ട് അസൂയ കണ്ടാണല്ലോ കുര്യച്ചൻ ഇതൊക്കെ ചെയ്തത്. വിനീതിന്റെ ക്യാരക്ടറോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരനെ കൊന്നത്, അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോത്തൻ കുര്യച്ചനെ തേടി ആണ് ഇങ്ങോട്ട് വന്നത്. കുര്യച്ചനെ കൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ള രീതിയായിരുന്നു പോത്തന്. ഒരു പക്ഷേ പോത്തൻ കുര്യച്ചനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുമോ എന്നൊരു പേടിയായിരിക്കാം മ്ലാത്തി ചേട്ടത്തിയെ അത് ചെയ്യിച്ചത്. വേറൊരു കാര്യം, കുര്യച്ചനെ അന്വേഷിച്ച് വരുന്നവരെ, അതായത് കുര്യച്ചനെ പണിയണം എന്ന് വിചാരിച്ച് വരുന്നവരുടെ വണ്ടിയുടെ ബ്രേക്ക് അറുത്ത് കളയുന്നത് ആരാ എന്നൊരു ചോദ്യം നമ്മുടെ കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പീയൂഷ് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. നരേന്റെ കാറിന്റെ ബ്രേക്ക് ഊരി വിട്ടതും പീയൂഷ് തന്നെയാണ്. പിന്നെ എല്ലാവർക്കും തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, കുര്യച്ചൻ ഇനിയൊരു തിരിച്ചുവരവുണ്ടോ? എത്ര കാലം ഇങ്ങനെ അവിടെ കഴിയും? അതിനുത്തരം എനിക്ക് തോന്നുന്നത് ഇല്ല എന്നാണ്. കാരണം കുര്യച്ചൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ മ്ലാത്തിച്ചേട്ടത്തിയാണ് ഇങ്ങനെ ചെയ്തതെന്ന് പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും. കുര്യച്ചൻ പറയുകയും ചെയ്യും. അതുകൊണ്ട് കുര്യച്ചൻ ഒരു തിരിച്ചുവരവ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.